السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله، الصلاة والسلام عليك يا سيدي يا رحمة للعالمين. ആദരണീയനായ ഈ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള സർവാധരണീയരായ സാദാത്യങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ വളർത്തുന്നതിൽ വളരെയേറെ പ്രയത്നിച്ച് ഇന്നും ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ആത്മാർത്ഥമായി സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന അഭിവന്ദ്യരായ നമ്മുടെ പൂർവികരായ നേതാക്കന്മാർ, കേരളത്തിൻ്റെ അകത്തും പുറത്തു നിന്നും ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വെളിയാളം കേട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതന്മാരായ സാദാത്യങ്ങളെയും പണ്ഡിതന്മാരെയും കേൾക്കാനെത്തിയ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ സംഘടനയുടെ പ്രവർത്തകന്മാരെ, നല്ലവരായ സഹോദരന്മാരെ, മറ്റു ഇതര മതവിശ്വാസികൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ വിജയാഭിവാദ്യങ്ങൾ. അൽഹംദുലില്ലാഹ്, നമ്മുടെ വിഖായ വിജിലൻ്റ് റാലി തുടങ്ങിയ ഭാഗത്ത് നിന്ന് ഇപ്പോഴും നമ്മുടെ നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സർവശക്തനായ റബ്ബ് ഈ മഹത്തായ പ്രസ്ഥാനത്തിനെ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തുവാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ശക്തി പകർന്ന് ഈ വിശുദ്ധമായ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കോഴിക്കോട് കടപ്പുറത്ത് ഒരു മഹത്തായ ഇതിഹാസം ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മുടെ പ്രസ്ഥാനം തീർത്തിരിക്കുകയാണ്. ഈ കോഴിക്കോട്ടെ കടപ്പുറത്തുനിന്ന് ഒരു പിടി മണ്ണ് വാരി അത് മുകളിലേക്ക് എറിഞ്ഞ് താഴോട്ട് വീഴാൻ കഴിയാത്ത രൂപത്തിൽ ഈ കോഴിക്കോട് കടപ്പുറത്ത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ സജ്ജമായിരിക്കുന്നു എന്ന് ഈ മഹത്തായ നഗരി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് ഈ മഹത്തായ സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്കും സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. പ്രിയമുള്ള സഹോദരങ്ങളെ, 989 ഈ കോഴിക്കോട്ടെ നഗരിയിലാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയത്. മഹാനായ ശൈഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുടെ നാമധേയത്തിലുള്ള നഗരിയിൽ ബഹുമാനപ്പെട്ട ശൈഖുന കെ അബൂബക്കർ അസ്ഹറത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ മഹാനായ ശൈഖുന KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട മഹത്തായ സംഘടന. അൽഹംദുലില്ലാഹ്, ഈ കോഴിക്കോട്ടെ ഇതേ നഗരിയിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഐതിഹാസികമായ മഹത്തായ വിദ്യാഭ്യാസ ബോർഡിന്റെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളന നഗരി കാണാനും ആ മഹത്തായ പരിപാടി വിജയിപ്പിക്കുവാനും എത്തിയ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാരെ കണ്ട് സായുജ്യമണിഞ്ഞ് ഈ നഗരിയിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ മഹാനായ ശൈഖുന KT മാനു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ഇതിന്റെ പ്രഖ്യാപന സമ്മേളനത്തിൽ ഇതിന്റെ നയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട CH ഐദ്രസ് മുസ്ലിയാർ എന്ന മഹാപണ്ഡിതന്റെ പുണ്യം ചെയ്ത നാവുകളെ കൊണ്ട് മഹത്തായ സംഘടനയുടെ പഞ്ചാക്ഷരിയുടെ പേര് അന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അൽഹംദുലില്ലാഹ്, അവിടുന്ന് അങ്ങോട്ട് 10 വർഷക്കാലം വാദീനൂറിന്റെ മഹാസമ്മേളനം നടക്കുന്നത് വരെ ഈ മഹത്തായ പ്രസ്ഥാനം നിലനിർത്തുവാനും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യജ്ഞത്തിലും പോരാട്ടത്തിലുമായിരുന്നു എന്ന് ഇതിൻ്റെ ഗതകാല ചരിത്രങ്ങൾ കൃത്യമായി വായിക്കുന്നവരും
മനസ്സിലാക്കുന്നവരും പഠിച്ചവരുമായ നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ ബോധ്യമുണ്ട്. നമുക്കറിയാം 989 ഈ മഹത്തായ പ്രസ്ഥാനം പിറവിയെടുക്കുന്ന പ്രത്യേകമായ സാഹചര്യം കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃനിരയിൽ അതിശക്തമായി മുന്നോട്ട് നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ഒരു അച്ചടക്കമുള്ള, അദബുള്ള, വിനയമുള്ള, ധാർമ്മിക ബോധവും മൂല്യവുമുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ വേണമെന്ന് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അൽഹംദുലില്ലാ ഈ മഹത്തായ പ്രസ്ഥാനം 89 പിറവിയെടുത്തത്. പിറവിയെടുത്ത ഉടനെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യമെന്ന് നമ്മൾ നിർവഹിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾക്ക്, സാദാത്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുക എന്ന പ്രവർത്തനമാണ് ഇതിന്റെ ആദ്യകാലത്ത് ഈ സംഘടന നിർവഹിച്ചത്. നമ്മുടെ പള്ളികൾക്ക് പകരം അപ്പുറത്ത് പള്ളികൾ ഉണ്ടാക്കി, മദർസകൾക്ക് പകരം മദർസകൾ ഉണ്ടാക്കി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ അതിശക്തമായ വലയം തീർത്തുകൊണ്ട് അത്തരം ആളുകൾ ഇരുത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ വിശുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി 89 കാലഘട്ടത്തിൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അതിന്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായി ബോധ്യമാകുന്ന പരമാർത്ഥമാണ്. അൽഹംദുലില്ലാ അവിടുന്ന് വാദീനൂർ വരെയുള്ള കാലഘട്ടങ്ങളിൽ ഓരോ ഗ്രാമങ്ങളിലും ഈ മഹത്തായ സംഘടനക്ക് ശാഖകൾ രൂപീകരിക്കാൻ വേണ്ടി നമ്മുടെ അഭിവന്ദ്യരായ നായകന്മാർ പ്രവർത്തിക്കുകയായിരുന്നു. ഇതിന്റെ പ്രഥമ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പും ബഹുമാന്യനായ അന്നത്തെ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവും ഉൾപ്പെടെയുള്ള ഒട്ടനവധി മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാർ ഓരോ ഗ്രാമത്തിലും ഇറങ്ങിച്ചെന്ന് കേരളത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി യുവജനങ്ങളിൽ ധാർമ്മികമായ ബോധ്യം നിലനിൽക്കണം, അവരിൽ ആത്മീയമായ ചിന്താധാരകൾ ഉണ്ടാകണം, അവരെ വിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ ആശയാദർശം നിലനിന്നുകൊണ്ട് അവരെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ മഹത്തായ സംഘടനക്ക് ശാഖാ കമ്മിറ്റികളും മേഖലാ കമ്മിറ്റികളും താലൂക്ക് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ഒക്കെ രൂപീകരിക്കാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ഇതിന്റെ ഇന്നലകളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ 35ാം വാർഷിക സമ്മേളനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാ അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയും, ഇന്ന് 3 ലക്ഷത്തോളം വരുന്ന പ്രവർത്തകന്മാർ കഴിഞ്ഞ ഡിസംബർ 1 മുതൽ 15 വരെ നടത്തിയിട്ടുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ ഈ സംഘടനക്ക് മെമ്പർഷിപ്പ് എടുത്തു. 15ാം ദിവസം 5 മണിക്ക് ഇതിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കുമ്പോൾ 3 ലക്ഷത്തോളം വരുന്ന പ്രവർത്തകന്മാർ, കഴിഞ്ഞ വർഷത്തിനേക്കാളും 50,000-ഓളം വരുന്ന പ്രവർത്തകന്മാർ കൂടുതലായി മെമ്പർഷിപ്പ് എടുത്തു എന്ന അഭിമാനത്തോടുകൂടെയാണ് 35ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത്. SKSFന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ ഇനി ആളെ കിട്ടില്ല. SKSFന്റെ പ്രവർത്തനങ്ങൾ ആളുകൾക്ക് വേണ്ട, അവരെ മഹലിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് എന്ന് പലരും പ്രചരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളുപരി അത്തരം പ്രചരണങ്ങളുടെ ശക്തി കൊണ്ട് 50,000-ഓളം വരുന്ന കൂടുതൽ പ്രവർത്തകന്മാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ ഈ സംഘടനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്കും മാറ്റിവെക്കാൻ കഴിയാത്ത, ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വലിയ പ്രസ്ഥാനമായി കേരളത്തിലെ സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ വളർന്നിട്ടുണ്ട് എന്ന് അത്തരം ആളുകൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ ഈ സംഘടനക്ക് ജില്ലാ കമ്മിറ്റികളുണ്ട്, മേഖലാ കമ്മിറ്റികൾ അൽഹംദുലില്ലാ. അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിലുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ 15ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് SKSFന്റെ സംസ്ഥാന കമ്മിറ്റികളുണ്ട്. ദേശീയ തലത്തിൽ ഗൾഫ് നാടുകളിൽ നമ്മുടെ സംഘടന വളരെ വിശാലമായി പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അതേ പേരിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേര് പറയാൻ കഴിയുമെങ്കിൽ അത് SKSF മാത്രമാണെന്ന് അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയും. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പല മതസംഘടനകളുടെയും മറ്റു ഘടകങ്ങളൊക്കെ ഗൾഫിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രവർത്തിക്കുന്ന അതേ പേരിൽ അതേ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരൊറ്റ സംഘടനയുള്ളൂ, അത് SKSF മാത്രമാണെന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയുന്ന അന്തസ്സുള്ള സമയത്താണ് 35ാം വാർഷികം ഈ മഹത്തായ സംഘടന ആഘോഷിക്കുന്നത്.
അതുകൊണ്ടും തീരുന്നില്ല. ഈ കാണുന്ന നീലപ്പട്ടാളം എന്ന് പറയും നിങ്ങൾക്കറിയാം. സമർക്കന്ദിൽ 25,000 വളണ്ടിയർമാർ നമ്മൾ സമർപ്പിച്ചു. ആരൊക്കെയോ ചോദിച്ചു, സമർക്കന്ദിൽ നേരത്തെ സമർപ്പിച്ചവരെ വീണ്ടും കുപ്പായമിട്ട് കൊണ്ടുവന്നവരല്ലേ എന്ന്. അല്ല, അങ്ങനെ ആരെങ്കിലും കുപ്പായം ഇടിക്കേണ്ട ഗതികേട് ഈ സംഘടനയ്ക്കില്ല എന്ന് മാത്രമല്ല, ഇന്ന് ആരംഭിച്ച റാലി, വിഖായുടെ കർമ്മോത്സകരായ പ്രവർത്തകന്മാർ റാലി 4 മണിക്ക് ആരംഭിച്ച് ഈ സമയം വൈകിട്ടും ഈ നഗരിയിലേക്ക് പൂർണ്ണമായി എത്തിയിട്ടില്ല എന്ന് അത്തരക്കാര് മനസ്സിലാക്കണമെന്നുകൂടെ ഈ സമയത്തുണർത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്? ഈ നേട്ടത്തിന്റെ പിന്നിലെ ചാലകശക്തി എന്താണ്? ഈ നേട്ടത്തിന്റെ പിന്നിലെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടെ പറയും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾക്ക്, ആദർശങ്ങൾക്ക്, അതിന്റെ നയങ്ങൾക്ക്, അതിന്റെ തീരുമാനങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് അതിന്റെ കൂടെ നിന്നു എന്നത് മാത്രമാണ് ഈ സംഘടനയുടെ വിജയം. ഏതെങ്കിലും സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ്നി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശുദ്ധമായ ആശയത്തിനും ആദർശത്തിനും വെള്ളം ചേർക്കാൻ ഇന്നോളം ഈ സംഘടന പ്രവർത്തിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ഈ സംഘടനയുടെ നേട്ടം. അതോടൊപ്പം തന്നെ മഹാരഥന്മാരായ പാണക്കാട്ട് അഭിവന്യരായ സാദാത്യങ്ങളുടെ ആത്മാർത്ഥമായ നേതൃത്വം ഈ മഹത്തായ പ്രസ്ഥാനത്തിനുണ്ടായി. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ 14 വർഷക്കാലം ഈ സംഘടനയുടെ അമരത്തിരുന്നു. അതിനുശേഷം ബഹുമാന്യനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇതിന്റെ അമരത്തിരുന്നു. ഇപ്പോൾ നമ്മുടെ ആദരണീയനായ ഇന്ന് ഈ വിഖായ വിജിലന്റ് റാലിയുടെ മുമ്പിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാരെ അഭിസംബോധനം അവരുടെ ആശീർവദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സർവാധരണീയനായ പാണക്കാട് സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾ 2024 ഫെബ്രുവരി മാസത്തിൽ ഈ സംഘടനയുടെ 35ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്തും ഇതാ പാണക്കാട്ട് മഹാരഥന്മാരായ സാദാത്യങ്ങളുടെ നേതൃത്വത്തിൽ ഈ സംഘടന മുന്നോട്ട് പോവുകയാണ്. പാണക്കാട്ട് മഹാരഥന്മാരായ സാദാത്യങ്ങളെ മാറ്റി നിർത്തുന്നു, അവരോട് അധപകേട് കാണിക്കുന്നു, അവരെ അവഗണിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർക്കിടയിൽ ആശങ്കകളും ആശയക്കുഴപ്പവും ഉണ്ടാക്കാൻ വേണ്ടി ചില ഛിദ്രശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സംഘടന മുന്നോട്ട് പോകും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും മഹാരഥന്മാരായ ഈ തങ്ങന്മാരുടെ സാദാത്യങ്ങളുടെ ആലിമീങ്ങളുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഈ മഹത്തായ സമ്മേളനം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മഹത്തായ സംഘടന വളർന്ന് പന്തലിച്ച് അൽഹംദുലില്ലാഹ് ഇന്ന് മുന്നോട്ട് ഗമിച്ചു. ഇടപെടേണ്ട ഇടങ്ങളിലൊക്കെ കൃത്യമായി ഇടപെട്ടു. കേവലം ഒരു സംഘടനയ്ക്ക് വേണ്ടി രൂപീകരിച്ച സംഘടനയല്ല. കേരളത്തിലെ വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ ധാർമ്മികതയുടെ വെളിച്ചം കത്തിച്ചു വെച്ചു നമ്മൾ അവരുടെ ആദർശത്തിൽ അവർക്ക് കൃത്യമായ ഉത്ബോധനങ്ങൾ നമ്മൾ നൽകി. വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ വഴിതെറ്റിപ്പോകാൻ പാടില്ല എന്ന കണിശമായ തീരുമാനം ഈ സംഘടനക്കുണ്ടായിരുന്നു. 89 കാലഘട്ടത്തിൽ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫ്ളലുൽ ഉമ്മക്ക് പഠിക്കുന്ന സിലബസിൽ ഇവിടുത്തെ വിദഈകളുടെ ആശയങ്ങളും ആദർശങ്ങളും കുത്തിനിറച്ചുകൊണ്ട് ഇവിടത്തെ ഒരുപറ്റം ചെറുപ്പക്കാരെയും അവിടെ പഠിക്കുന്ന ആളുകളെയും ബിദ്അത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ സംഘടന കൃത്യമായി ഇതിലിടപെട്ടു. അത്തരം ബിദ്അത്തിന്റെ ആശയാദർശങ്ങൾ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ കുത്തിനിറച്ച് കേരളത്തിലെ സുന്നി സമൂഹത്തിലെ സുന്നി കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന മക്കളെ അത്തരം ആശയത്തിലേക്കും ആദർശത്തിലേക്കും വഴിതിരിച്ചു വിടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് അന്നത്തെ നമ്മുടെ നേതാക്കന്മാർ തീരുമാനിച്ചു. അന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അതിന്റെ പ്രതിഷേധ കുറിപ്പ് കൊടുത്തു. ഒപ്പ് ശേഖരണം നടത്തി, കവലകളിലൊക്കെ നമ്മൾ ഉത്ബോധന പരിപാടികൾ നടത്തി. അവസാനം ഗതിയില്ലാതെ സിലബസിൽ നിന്ന് അത്തരം ബിദ്അത്തിന്റെ ആശയങ്ങളുള്ള പുസ്തകങ്ങളെ പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ ഈ സംഘടനക്ക് സാധിച്ചിട്ടുണ്ട്. ബിദ്അത്തിനോട് യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെയാണ് ഈ മഹത്തായ സംഘടന ഇന്നോളം മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ബിദ്അത്തിന്റെ ആശയങ്ങൾ കുത്തിനിറച്ചുകൊണ്ട് അവരുടെ മനോഭാവങ്ങളെ മാറ്റിയെടുക്കുവാനുള്ള കഠിനമായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ ബിദ്അത്തുകാര് നടത്തിയപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുവാനും അവരെ മാനസാന്തരങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ ആശയാദർശങ്ങൾ സന്നിവേശിപ്പിക്കുവാനും ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ നമ്മൾ ആദർശ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് മാത്രമല്ല,
SKSF-ന്റെ 18ഓളം വരുന്ന ഉപവിങ്ങുകളിലെ ഒരു പ്രധാനമായ വിങ് ഇസ്തിഖാമ എന്ന് പറയുന്ന വിങ്ങാണ്. ഇസ്തിഖാമയുടെ പ്രവർത്തകന്മാർ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ നടന്ന ചില മുഖാമുഖങ്ങളിൽ വെച്ചുകൊണ്ട് വിദ്അത്തുകാരനെ തിരുത്തി അവരുടെ ആ ജടിലമായിട്ടുള്ള വാദങ്ങളുടെ മുനയൊടിച്ച് അവരുടെ പൊയ്മുഖം സമൂഹത്തിൽ തുറന്നു കാണിക്കുവാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇന്നും നമ്മുടെ ഇസ്തിഖാമ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. മഹാനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഏതോ ഒരു കടപ്പുറത്ത് പഴം മന്ദിരിച്ചുകൊണ്ട് കടലേക്കെറിഞ്ഞപ്പോൾ മഹാനായ പാണക്കാട്ട് തങ്ങളെ വളരെ മോശമായി ഒരാൾ പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ചങ്കൂറ്റത്തോടുകൂടെ ആദ്യമായി മുന്നോട്ട് വന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ SKSF-ന്റെ കർമ്മോത്സകരായ നമ്മുടെ നേതൃത്വമായിരുന്ന പ്രവർത്തകന്മാരായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും SKSF നടത്തുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയത്തിലൂടെയും ആദർശത്തിലൂടെയും ഈ സംഘടനയും അതിന്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും അതിന്റെ പ്രവർത്തകന്മാരും മുന്നോട്ട് പോകുക എന്നത് ഈ സംഘടനയുടെ നിർബന്ധമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ വളരെ കൃത്യമായി ഇടപെട്ടു. അതുപോലെ നിരീശ്വരവാദങ്ങൾ, യുക്തിവാദങ്ങൾ, ലിബറൽ ചിന്താധാരകൾ വളർന്നു വരുന്ന ഇടങ്ങളിലൊക്കെ ആവശ്യാനുസൃതം ഇടപെട്ടുകൊണ്ട് സംഘടന ഇന്നും അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ക്രിയാത്മകമായി നടത്തുകയാണ്. ഇന്നലെ കോഴിക്കോട് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന 15,000-ഓളം വരുന്ന പ്രതിനിധികൾ പങ്കെടുത്ത ഒരു ക്യാമ്പ് നടന്നു. അൽഹംദുലില്ലാ, ആ ക്യാമ്പിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നീണ്ടുനിന്ന ആ സെഷനിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ലിബറൽ ചിന്താധാരകളെ പറ്റി, അതുപോലെ തന്നെ നിരീശ്വരവാദങ്ങളെ സംബന്ധിച്ച്, യുക്തിവാദങ്ങളെ സംബന്ധിച്ച് പുതിയ സമൂഹത്തിനോട് അതിനെ പ്രതിരോധിക്കാൻ ഏത് നിലയിൽ നമുക്ക് സാധിക്കുമെന്ന രീതിയിൽ നമ്മുടെ 15,000-ഓളം വരുന്ന പ്രവർത്തകന്മാരെ സജ്ജമാക്കുന്ന രൂപത്തിലുള്ള വളരെ കൃത്യമായ ചർച്ചയാണ് ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ കൃത്യമായി നടന്നത്. അൽഹംദുലില്ലാ, മഗ്രിബിന് ശേഷം നടന്നിട്ടുള്ള പരിപാടിയിൽ നമ്മുടെ വിശുദ്ധമായ ആദർശം ഏത് രീതിയിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതിൻ്റെ എതിരാളികളെ നാം ഏത് രീതിയിലാണ് തിരിച്ചറിയേണ്ടത് എന്ന രൂപത്തിലുള്ള സെഷനുമാണ് ഇന്നലെ നടന്നത്. രാവിലെ നടന്ന സെഷനിൽ പ്രധാനമായി നമ്മൾ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ലഹരി പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതിനെതിരെ ഓരോ ഗ്രാമത്തിലും SKSF-ന്റെ പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിലായി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടത്തേണ്ടത് എന്ന കൃത്യമായ നിർദ്ദേശങ്ങളാണ് അൽഹംദുലില്ലാ ഇന്നലത്തെ ക്യാമ്പിൽ നമ്മൾ കൃത്യമായി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 ഭാഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വളരെ ശ്രദ്ധേയമായ ക്യാമ്പാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഇന്ന് വരെ ഈ സംഘടന അതിൻ്റെ നയത്തിൽ നിന്നോ അതിൻ്റെ നിലപാടിൽ നിന്നോ ഒരിഞ്ച് പോലും പിറകോട്ട് പോകാതെ ഈ മഹത്തായ സംഘടന വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിൻ്റെ ഭാരമായ സഹായം കൊണ്ട് നമ്മുടെ മുൻഗാമികളായ ശൈഖുന ശംസുൽ ഉലമയെ പോലെയുള്ള, കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാരഥന്മാരായ ആലിമീങ്ങളുടെയും സാദാത്യങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ട് ഇത് വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18ഓളം വരുന്ന ഉപവിങ്ങുകൾ ഈ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഇതിന്റെ കീഴിൽ ട്രെൻഡുണ്ട്, അതുപോലെ ഇബാദുണ്ട്, വെക്കായുണ്ട്, തൊലബയുണ്ട്, മനീഷയുണ്ട്, സഹചാരിയുണ്ട്, സഹചാരി സെന്റർ ഉണ്ട്, ക്യാമ്പസ് വിങ്, സത്യധാര, മീഡിയ, മീം, ഇസ്തിഖാമ, അതുപോലെ ഓർഗാനറ്റ്, ദേശീയ സമിതി, അതുപോലെ തന്നെ സർഗരയ, IMT, IFC തുടങ്ങിയിട്ടുള്ള 18ഓളം വരുന്ന ഉപവിങ്ങുകളിലായി ഇതിന്റെ പ്രവർത്തനം അൽഹംദുലില്ലാ ഇന്ന് വളരെ വിശാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ 18 വിങ്ങും വളരെ കൃത്യമായി ചടുലമായി ഓരോ വിങ്ങിന്റെയും പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമുദായത്തിനെതിരെ വരുന്ന വെല്ലുവിളികൾ അവസരോചിതമായി ഈ സംഘടന എന്നും ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം 992 ബാബരി മസ്ജിദ് തകർത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥി യുവജനങ്ങളുടെ മാനസികമായ അവസ്ഥകളിൽ അവരെ വിദ്വേഷത്തിന്റെയും അതുപോലെ തന്നെ വർഗീയതയുടെയും തീവ്ര മനോഭാവത്തിലേക്കുമൊക്കെ കൊണ്ടുപോകാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ അന്ന് SKSF എന്ന് പറയുന്ന ഈ മഹത്തായ സംഘടന അത്തരം ആളുകളോട് കർശനമായിട്ട് പറഞ്ഞു, അത് സമൂഹത്തിന് അപകടമാണ്,
അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നമ്മുടെ കേരളീയ സമൂഹത്തിൽ നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വിഘാതമാകുന്ന രൂപത്തിലേക്ക് അത്തരം അവസ്ഥകൾ ഉണ്ടാകുമെന്ന് ദീർഘദൃഷ്ടിയോടുകൂടെ അന്ന് SKSF പറഞ്ഞപ്പോൾ പല ആളുകളും നമ്മളെ കളിയാക്കി, നമ്മളെ കൊഞ്ഞനം കാണിച്ചു, നമ്മളെ എതിർത്തു, നമ്മളെ ചോദ്യം ചെയ്തു, നമുക്കെതിരെ പലരും തൂരികൾ ചലിപ്പിച്ചു. പക്ഷെ അൽഹംദുലില്ലാഹ് പിന്നീട് വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ എല്ലാവരും അത് മാറ്റിപ്പറയുക മാത്രമല്ല, ഇന്ന് ആ സംഘടനയെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കപ്പെട്ട അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിനു വേണ്ടി പണിയെടുത്തവർ, അതിനു വേണ്ടി നേതൃത്വം നൽകിയവർ, അതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇന്ന് എവിടെയാണുള്ളത് എന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥയാണ്. നമ്മളതിനോടൊന്നും അത്തരം വിഷയങ്ങളൊന്നും നമ്മൾ വലിയ സന്തോഷത്തോടെ കൂടെ കാണുന്നില്ല. നമുക്കതിലൊക്കെ വിഷമമുണ്ട്, നമുക്ക് പ്രയാസങ്ങളുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ SKSFന്റെ നേതാക്കന്മാർ നേരത്തെ തന്നെ ദീർഘദൃഷ്ടിയോടുകൂടെ അത് സമൂഹത്തിനോട് വളരെ കൃത്യമായി പറഞ്ഞു. പക്ഷേ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ അതൊന്ന് സ്വീകരിക്കാൻ മുന്നോട്ട് വന്നില്ല. പിന്നീട് ആ സംഘടനയെ നിരോധിക്കുന്ന സന്ദർഭം വന്നപ്പോൾ, കേരളത്തിൽ അവരെ കൊണ്ട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചപ്പോൾ, മഹല്ലുകളിലും നമ്മുടെ ഗ്രാമങ്ങളിലും പള്ളികളിലുമൊക്കെ അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാൻ തുടങ്ങി, SKSF അന്നെടുത്തിട്ടുള്ള നിലപാട് നയം വളരെ കൃത്യമാണ് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഈ സംഘടനയെടുത്ത നിലപാടുകൾ വളരെ കൃത്യമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പാലാ ബിഷപ്പ് വളരെ മോശമായൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അത് നടത്തിയ ഉടനെ തന്നെ ആ വിഷയത്തിന് ശക്തമായ എതിർപ്പുകളുമായി മുന്നോട്ട് വന്നത് SKSF ആയിരുന്നു. SKS മുന്നോട്ട് വന്നു. SKS വളരെ കൃത്യമായി പറഞ്ഞു, ഇവിടുത്തെ വിവിധങ്ങളായ മതസംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, കേരളത്തിലെ മറ്റു സംഘടനകൾ അത്തരം വിഷയത്തിനെതിരെ പറയാൻ മടിച്ച ഒരു സന്ദർഭത്തിൽ വളരെ കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSF അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളന, നമ്മുടെ പ്രഖ്യാപനങ്ങളും നമ്മുടെ പ്രതിഷേധങ്ങളും നമ്മൾ അറിയിച്ചു. അങ്ങനെ വികാരത്തിനടിമപ്പെടാതെ വിവേകത്തോടുകൂടെ ഒരു വിദ്യാർത്ഥി യുവജനങ്ങളെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിൻ്റെ റോൾ മോഡലാകുന്ന അവസ്ഥയിലേക്ക് ഇന്ന് SKSF വളർന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ, നമ്മളെടുത്ത തീരുമാനങ്ങൾ ആദ്യം എല്ലാവരും എതിർക്കും, പിന്നീട് എല്ലാവരും അത് അംഗീകരിക്കുന്ന സന്തോഷകരമായ അവസ്ഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ ദീർഘദൃഷ്ടിയോടുകൂടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വികാരത്തിനടിമപ്പെട്ടിട്ടല്ല, അത് വികാരത്തോടു കൂടിയല്ല, അത് വിവേകത്തോടു കൂടിയാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ മറ്റു പല വിദ്യാർത്ഥി സംഘടനകളും വികാരത്തിനടിമപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർക്കതിൽ പാളിച്ചകളും അപാകതകളും അബദ്ധങ്ങളും സംഭവിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നും വളരെ വിവേകത്തോടുകൂടെ ഈ മഹത്തായ പ്രസ്ഥാനം മുന്നോട്ട് പോയി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ള പ്രവർത്തകന്മാരെ, നമുക്ക് ഓരോരുത്തർക്കും സന്തോഷമുള്ള സാഹചര്യമാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ പിടിച്ച ഈ പതാക നമുക്ക് പിടിച്ചിട്ടില്ല, നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ നമുക്ക് തെറ്റിയിട്ടില്ല, നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയങ്ങൾ അബദ്ധങ്ങൾ വന്നിട്ടില്ല, നമ്മൾ സമൂഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടുള്ള ക്യാമ്പയിനുകൾ അതിലൊരു പാളിച്ച നമുക്ക് സംഭവിച്ചിട്ടില്ല. ആത്മീയതയുടെ മുഖമാണ് ഇവിടെ ചില ആളുകൾ കടന്നു വന്നപ്പോൾ അത്തരം ആളുകൾക്കെതിരെ യഥാർത്ഥമായ ആത്മീയത എന്താണെന്നും ഇവിടെ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായ ആത്മീയത എന്താണെന്നും നമ്മൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി. ഈ കോഴിക്കോട്ട് ഒരു സ്ഥാപനത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു മുടി കൊണ്ടുവന്നിട്ട് ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅറെ മുബാറക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ചില രംഗം പ്രവേശനം ചെയ്തപ്പോൾ അത് പിടികൂടിയത് ഈ സംഘടനയാണ്. അന്ന് പലരും പറഞ്ഞു, എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനില്ലേ എന്ന് നമ്മൾ ഉപദേശിക്കാൻ പല ആളുകളും വന്നു. പക്ഷേ നമ്മൾ പറഞ്ഞു, സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വിശുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും പറയാതിരിക്കാൻ പറ്റൂല. ആ മുടി വ്യാജമാണെന്നും അതിന് സഹിയായിട്ടുള്ള സനദില്ല എന്നും വളരെ കൃത്യമായി സമുദായത്തിന് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിമാനകരമായ 3.5 പതിറ്റാണ്ടാണ് നമ്മളിവിടെ കൈവരിച്ചിട്ടുള്ളത്. കേവലം കഴിഞ്ഞുപോയ 35 വർഷങ്ങളല്ല, കേവലം കഴിഞ്ഞു പോയിട്ടുള്ള നാളുകളല്ല,
അടയാളപ്പെടുത്തിയ നാളുകളാണ്, അഭിമാനമുള്ള നാളുകളാണ്, അന്തസ്സുള്ള നാളുകളാണ്. സമുദായത്തിനും സമൂഹത്തിനും വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ നാളുകളാണ് നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നമുക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല. ഇനിയും നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ധാരാളമായി നമുക്ക് നിർവഹിക്കാനുണ്ട്, നമുക്കൊരുപാട് ചെയ്തെടുക്കാനുണ്ട്. ഇന്ന് നടക്കുന്ന നമ്മുടെ ഐതിഹാസികമായ ഈ സമാപന മഹാസമ്മേളനത്തിൽ വെച്ച് നമ്മുടെ അനിഷേധ്യരായ നേതാക്കന്മാർ വിവിധങ്ങളായ പദ്ധതികൾ ഇൻഷാ അല്ലാഹ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആ പദ്ധതികളൊക്കെ നെഞ്ചോട് ചേർത്ത് അത് ഏറ്റെടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമൂഹത്തിന് ആവശ്യമായത് മുഴുവനും നൽകാൻ സാധിക്കുന്ന വിധത്തിൽ ഈ മുഖദ്ദസ് നഗരിയിൽ നിന്ന് നമുക്ക് അന്തസ്സോടുകൂടെ പിരിഞ്ഞു പോകണം. സർവശക്തനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. ഈ മഹത്തായ സമ്മേളനം ഇത്രമേൽ പ്രൗഢമാക്കുന്നതിന്റെ പിന്നിൽ ധാരാളം ആളുകളുടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയുണ്ടായിട്ടുണ്ട്, ധാരാളം ആളുകളുടെ ഉപദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ആളുകളുടെ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ധാരാളം പ്രവാസികളായ സഹോദരന്മാർ UAE-യിൽ നിന്ന്, ഒമാനിൽ നിന്ന്, സൗദിയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, കുവൈത്തിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, അതുപോലെ മലേഷ്യയിൽ നിന്ന്, വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി സാമ്പത്തികമായി മാത്രമല്ല അതിൻ്റെ വിവിധങ്ങളായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും നമ്മുടെ ധാരാളം പ്രവർത്തകന്മാർ വളരെ കൃത്യമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തിൽ മാത്രം പങ്കെടുക്കാൻ ഇന്നലെ UAE-യിൽ നിന്ന് ഒരുപറ്റ നമ്മുടെ ആളുകൾ 150-ൽ പരം വരുന്ന പ്രവർത്തകന്മാർ അൽഹംദുലില്ലാഹ് ഇവിടെ എത്തി. ബാംഗ്ലൂർ സമ്മേളനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തിനെ വിളിച്ചപ്പോൾ ആ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളായ പ്രവർത്തകന്മാരെത്തി. ഇന്നലെ ലീവ് എടുത്ത് നാളെ രാവിലെ ജോലിക്ക് അറ്റൻഡ് ചെയ്യുന്ന രൂപത്തിലാണ് ഒരുപാട് പ്രവർത്തകന്മാർ പ്രവാസികൾ വന്നിട്ടുള്ളത്. എന്താണ് കാരണം? ഈ മഹത്തായ സംഘടനയെ അവരൊക്കെ ആത്മാർത്ഥമായി പ്രവാസ ലോകത്തു നിന്നും നെഞ്ചേറ്റുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് അവർ വീണ്ടും നമ്മളെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ സമ്മേളനം കഴിഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സമ്മേളനം കഴിഞ്ഞ് ഒരാഴ്ച പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ SKSF-ന്റെ ഒരു സമ്മേളനം ഇനി എങ്ങനെ വിജയിക്കുമെന്ന് നമ്മളോട് ചോദിച്ച് ആശങ്കപ്പെടുത്തിയവരുണ്ട്. സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഓരോ മാസത്തിലും ഓരോ സമ്മേളനം നടത്തിയാൽ ആ സമ്മേളനങ്ങൾ വിജയിപ്പിക്കാൻ നമ്മൾ സന്നദ്ധരാണ്, തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന മഹത്തായ സമ്മേളനമാണ്. സമ്മേളനം വമ്പിച്ച വിജയമായപ്പോൾ ഇന്ന് വരെ സമൂഹത്തിൽ റേഞ്ച് പിടിക്കാത്ത ചില ആളുകൾ സംസ്ഥാന എന്നൊക്കെ അവരെ പറ്റി പറയും. പേരുകൊണ്ട് ഭീകരമാണെങ്കിലും പ്രവർത്തനങ്ങളെ കൊണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, ആ മഹത്തായ സമ്മേളനത്തിന്റെ മുന്നേറ്റം കണ്ട് അതിൻ്റെ ഐതിഹാസികമായ അത് ചരിത്രമായി മാറിയപ്പോൾ അതിനെ ഏതെങ്കിലും നിലക്ക് അതിൻ്റെ വെളിച്ചം ഊതിക്കെടുത്തുവാനും അവർക്ക് കുറച്ച് റേഞ്ച് ഉണ്ടാക്കുവാനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം പാളുക മാത്രമല്ല, അങ്ങനെയുള്ള ഏതെങ്കിലും ആനകൾ കടന്നു വരുമ്പോൾ പേടിക്കുന്ന സംഘമല്ല SKSF-ഉം സമസ്ത കേരള ജംഇയ്യത്തുലമയുമെന്ന് നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുത്തി. നമ്മൾ ആരും വിമർശിക്കുകയല്ല, പക്ഷേ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം അത്തരം ആളുകൾ ശ്രദ്ധയോടുകൂടെ കരുതലോടുകൂടെ കാണേണ്ടിയിരുന്നു എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളെ എതിർക്കുവാൻ, നമ്മുടെ നയങ്ങളെ തിരുത്തിപ്പിക്കുവാൻ, നമ്മളെടുത്ത നിലപാടുകൾ ഇല്ലായ്മ ചെയ്യുവാനൊക്കെ പലരും പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ നമുക്കൊരൊറ്റ നിലപാടേയുള്ളൂ, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ നിലപാടാണ്. ആ നിലപാടിനപ്പുറം SKSF-ന് നിലപാടില്ല, SKSF-ന് നയമില്ല, SKSF-ന് ആദർശവുമില്ല. ആ മഹത്തായ നിലപാടിലൂടെ മാത്രമാണ് ഈ സംഘടന മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു ശാഖയിലെ, മേഖലയിലെ, ക്ലസ്റ്ററിലെ ഒരു പ്രവർത്തകൻ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആശയങ്ങൾക്കോ ആദർശങ്ങൾക്കോ വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ സംഘടന സ്ഥാനത്ത് മാറ്റി നിർത്തും. അവരത്ര വലിയ പ്രവർത്തകന്മാരാണെങ്കിലും ശരി. SKSF-ന് വിജ്ഞാനം, വിനയം, സേവനമെന്ന 3 മുദ്രാവാക്യങ്ങളുണ്ട്. ഈ 3-ലെ 2 ഒരാൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. വിജ്ഞാനമുള്ള ആളാണ് അയാൾക്ക് നല്ല സേവനവുമുണ്ട്. പക്ഷെ അയാൾക്ക് വിനയമില്ലെങ്കിൽ ആ വിനയമില്ലാത്തവന്റെ പ്രവർത്തനം ഈ സംഘടനക്ക് ആവശ്യമില്ല എന്ന് കൃത്യമായി നമ്മൾ തെളിയിച്ചവരാണ്. അത്തരം ആളുകളെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ സംഘടന അങ്ങനെ ഒരു ഘട്ടത്തിൽ പിറവിയെടുത്തതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, 89-ന്റെ കാലഘട്ടങ്ങളിൽ നമ്മുടെ മഹാരഥന്മാരായ ആലിമിങ്ങളെ എഴുതിയപ്പോൾ
അവരെ താറടിച്ചപ്പോൾ, അവരോട് അപമര്യാദയായി പെരുമാറിയപ്പോൾ അതവുള്ള ഒരു വിദ്യാർത്ഥി സംഘടന ഇവിടെ വളർന്നു വരണമെന്ന് നമ്മുടെ നേതാക്കന്മാർ ആഗ്രഹിച്ചു. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകൾ അതുവകേടുള്ള സംഘടന ഇറങ്ങി വന്ന് അതുള്ള ഒരു സംഘടനയ്ക്ക് വേണ്ടി മഹാനായ പാണക്കാട്ടാറ്റപ്പു നമുക്ക് പിന്തുണ നൽകി. ഈ സംഘടനയുടെ ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും ആരംഭിക്കുമ്പോൾ നമ്മൾ മഹാനായ പാണക്കാട്ട് ആറ്റപ്പുവിന്റെ അരികിൽ ചെല്ലും. അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ തങ്ങളോട് സമ്മതം ചോദിക്കും. നമ്മുടെ സഹചാരിക്ക് തുടക്കം കുറിച്ചത് മഹാനായ പാണക്കാട് മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ഇതിന്റെ ആദ്യ ഫണ്ട് കൈമാറിയത് മഹാനായ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ഈ കഴിഞ്ഞ കോവിഡിന്റെ മഹാമാരിയിൽ നമ്മുടെ രാജ്യം മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്തും നമുക്ക് അൽഹംദുലില്ലാഹ് സഹചാരി ഫണ്ട് നടത്തിയാൽ വിജയിക്കുമോ എന്ന ആശങ്ക വന്നപ്പോൾ നമ്മുടെ ബഹുമാന്യനായ നായകൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, പാവങ്ങളായ ആളുകളെ സഹായിക്കാനല്ലേ നമ്മുടെ ദൗത്യം നിർവഹിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു. അൽഹംദുലില്ലാഹ് സഹചാരി രൂപീകരിച്ചിട്ട് ഇന്ന് വരെ നടത്തിയിട്ടുള്ള ഫണ്ട് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത് അന്ന് സഹചാരിയിൽ ലോകം മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്താണ്. റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, പള്ളിയിൽ ജമാഅത്ത് നടത്താൻ സാധിക്കുന്നില്ല, ഒരാൾക്ക് സ്വന്തം കുടുംബത്തിലേക്ക് വരെ പോകാൻ കഴിയാത്ത സമയത്ത് പോലും ഈ സംഘടന കോടിക്കണക്കിന് വരുന്ന രൂപ അന്ന് പിരിച്ചെടുത്ത് വിജയിപ്പിക്കാൻ സാധിച്ചത് കേരളത്തിലെ ജനമനസ്സുകളിൽ ഈ സംഘടന ചെലുത്തിയിട്ടുള്ള സ്വാധീനമാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഇവിടുത്തെ ഭരണാധികാരികളിൽ, ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളിൽ, ഇവിടുത്തെ മറ്റു മതവിഭാഗങ്ങളിൽ ഏറെ സ്വാധീനം ചെലുത്തുവാൻ ഈ മഹത്തായ സംഘടനക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ SKSF സാധിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തൊരു പരമാർത്ഥമാണ്. നമ്മുടെ വിഖായ വളണ്ടിയർമാർ ഈ കോഴിക്കോട്ട് കോർപ്പറേഷനത്തിന് പരിധിയിലുള്ള കനോലി കനാൽ വൃത്തിയാക്കാൻ വേണ്ടി നിങ്ങളൊന്ന് വരണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു. നമ്മളവിടെ ആര് പറഞ്ഞു എന്ന് നോക്കില്ല, ഒരു സേവനമാണെന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ആയിരക്കണക്കിന് വരുന്ന വിഖായ വളണ്ടിയർമാർ അവിടെ സർവ്വസന്നാഹത്തോടുകൂടെ ഇറങ്ങി കൃത്യമായി ദൗത്യം നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ നമ്മളെ അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല, ഇവിടുത്തെ ജില്ലാ ഭരണാധികാരികൾ, ഇവിടുത്തെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ നമ്മളെ അഭിനന്ദിച്ചു. വിഖായുടെ പ്രവർത്തനങ്ങൾ സൗദിയിൽ വിശുദ്ധമായ മക്കയിലും മദീനയിലും കൃത്യമായി നമ്മൾ നിർവഹിച്ചപ്പോൾ അവിടുത്തെ ഭരണകൂടം നമ്മളെ ആശീർവദിച്ചു, അംഗീകരിച്ചു, നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നു. അതുപോലെ തന്നെ കോവിഡ് സമയത്ത്, പ്രളയത്തിന്റെ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഈ വിഖായ വളണ്ടിയർമാർ മതം നോക്കാതെ, ജാതി നോക്കാതെ, മനുഷ്യന്ന പരിഗണന മാത്രം വെച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും എല്ലാവർക്കും വേണ്ട സ്നേഹ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും SKSFന്റെ വിഖായ വളണ്ടിയർമാർ അന്ന് സന്നദ്ധരായി. അതിൽ മുസ്ലിമുണ്ട്, അമുസ്ലിമുണ്ട്, മതമുള്ളവനുണ്ട്, മതമില്ലാത്തവനുണ്ട്. നാവ് തുറന്നാൽ സമസ്തയെയും ഈ വിശുദ്ധമായ ആദർശത്തെയും ഇസ്ലാമിക സമൂഹത്തെയും ഒക്കെ എതിർക്കുന്നവരുണ്ട്. പക്ഷേ അവിടെ നമ്മൾ നോക്കിയത് അവരും മനുഷ്യനാണെന്ന പരിഗണനയാണ്. മനുഷ്യനാണെന്ന് പരിഗണന വെച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വന്നു. നമുക്കിപ്പോൾ ഓർമ്മയുണ്ട്, പ്രളയ സമയത്ത് നമ്മുടെ നീലക്കോട്ടിട്ട് വിഖായ വളണ്ടിയർ ഒരു മൃഗത്തിനെ, ഒരു പോത്തിനെ തൻ്റെ തോളിലേറ്റിയിട്ട് നടക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യനോട് മാത്രമല്ല, മൃഗങ്ങളോട് പോലും കാരുണ്യം കാണിക്കുന്ന മനോഭാവമുള്ള 10,000-കണക്കിന് വരുന്ന ചെറുപ്പക്കാരെയാണ് ഈ മഹത്തായ സംഘടന സമൂഹം നൽകിയിട്ടുള്ളത്. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഒക്കെ എല്ലാവിധ പ്രശംസകളും പിടിച്ചുപറ്റി മുന്നോട്ട് പോയ 35 വർഷമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. കഴിഞ്ഞ ദിവസം മലപ്പുറം നടന്നൊരു സമ്മേളനത്തിൽ വെച്ച് ബഹുമാന്യനായ വാക്കോട് ഉസ്താദ് പറഞ്ഞൊരു സംഭവം നമ്മളേറെ ശ്രദ്ധയോടുകൂടെ കേട്ടവരാണ്. വാദിനൂറിൽ SKSFന്റെ സമ്മേളനം നടക്കുമ്പോൾ മഹാനായ ശൈഖുന KC ജമാലുദ്ദീൻ മുസ്ലിയാർ, അല്ലാഹുവേ ഇവിടുത്തെ ദർജ ഉയർത്തണം അല്ലാഹ്, മഹാനവറുകൾ പണി പിടിച്ച് വറച്ച് പ്രയാസപ്പെടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന KC ജമാലുദ്ദീൻ മുസ്ലിയാർ വാദിനൂർ സമ്മേളനത്തിലേക്ക് വന്നു. പലരും ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് പോവരുത്, ഉസ്താദിന്റെ ശാരീരികമായ പ്രയാസങ്ങൾ അതിനനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഉസ്താദ് പോകാൻ പാടില്ല. ഉസ്താദ് ആരും അറിയാതെ ബന്ധപ്പെട്ട ആരെയോ അറിയിച്ചുകൊണ്ടൊരു വണ്ടി സെറ്റപ്പ് ചെയ്ത് മഹാനായ KC ഉസ്താദ് വറച്ച് പനിക്കുന്ന ആ ശക്തമായ പനിയുള്ള സമയത്ത് വാദിനൂർ നഗരിയിലെത്തി. ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് മഹാനായ KC ഉസ്താദിനോട് ചോദിച്ചു,
ഉസ്താദേ, ഇത്രമേൽ ശക്തമായ പനി ഉണ്ടായിട്ടും അങ്ങ് ഈ സമ്മേളനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അന്ന് KC ജമാലുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ സംഘടന രൂപീകരിക്കുന്ന കാലത്ത് അന്ന് കോഴിക്കോട്ടെ സാമൂതിരി സ്കൂൾ ഹാളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ, പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മനസ്സനുവദിക്കുന്നില്ല എൻ്റെ പള്ളിയിൽ ഈ സമ്മേളനത്തിൽ വാദീനൂറിലേക്ക് വരാതെ അവിടെ പള്ളിയിൽ തന്നെ ഇരിക്കാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല എന്ന് പ്രായാധിക്യമുള്ള സമയത്തും രോഗശയ്യയിലുള്ള സമയത്തും മഹാനായ KC ജമാലുദ്ദീൻ മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നമ്മൾ ആരോഗ്യമുള്ളവരാണ്, ആഫിയത്ത് അല്ലാഹു നൽകിയവരാണ്. നമ്മുടെ ഈ ഊർജം വിശുദ്ധമായ ദീനിന് വേണ്ടി നമ്മൾ ചിലവഴിക്കണം. നമ്മുടെ സ്നേഹിതന്മാരിൽ ഇസ്ലാമികമായ ബോധവും ഇല്ലെങ്കിൽ അവർക്ക് ധാർമ്മികമായ ബോധം നൽകാൻ മുന്നിൽ നിൽക്കുന്നവരായി നമ്മുടെ മഹലിൽ, നമ്മുടെ ശാഖകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മളായിരിക്കണം മുമ്പിൽ നിൽക്കേണ്ടവർ. നമ്മുടെ സമപ്രായക്കാരായ ഒരു പറ്റം ചെറുപ്പക്കാർ കഞ്ചാവിൻ്റെയും കള്ളിൻ്റെയും ഒക്കെ അടിമകളായി മാറുമ്പോൾ അവരെ ധർമ്മത്തിന്റെ വിശുദ്ധമായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഇവ നേരത്തെ പറഞ്ഞതുപോലെ ലിബർ ചിന്താധാരകളിലേക്ക്, നിരീശ്വരവാദങ്ങളിലേക്ക് അവർ ചേക്കേറുമ്പോൾ അരുതെന്ന് പറയാനും അവർക്ക് നേരായിട്ടുള്ള വഴികൾ കാണിച്ചു കൊടുക്കുവാനും മുൻപന്തി നിൽക്കുന്നവരായി മാറാൻ എൻ്റെ പ്രിയപ്പെട്ട SKSF-ന്റെ പ്രവർത്തകന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികളോടുകൂടെയാണ് 35ാം വാർഷികത്തിന് ശേഷം ഇനി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അത് കൃത്യമായും ക്രിയാത്മകമായും നടത്തുവാൻ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്കും സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും സർവശക്തനായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഇനിയും വളരെ വിഷയാധിഷ്ഠിതമായ ധാരാളം പ്രഭാഷണങ്ങൾ നമ്മുടെ മഹാരഥന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സമസ്തയുടെ അനിഷേധ്യനായ പ്രസിഡന്റ്, നമ്മുടെ ആവേശം അഭിമാനവുമായ സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാനായ സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ വാക്ക് നമുക്ക് കേൾക്കണം. അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ മാനിക്കണം. അവരുടെ ഉപദേശങ്ങൾ നമ്മൾ ശിരസ വഹിക്കണം. അതിനുശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ 3 കേന്ദ്ര മുശാവറ അംഗങ്ങൾ വിഷയാധിഷ്ഠിതമായ പ്രസംഗം നടത്തുകയാണ്. അതിനുശേഷം ബഹുമാന്യരായ നമ്മുടെ 3 പ്രഗത്ഭരായ പ്രഭാഷകന്മാർ, ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ്, ബഹുമാന്യനായ സത്താർ സാഹിബ് പന്തലൂർ ഉൾപ്പെടെയുള്ളവരുടെ പ്രഭാഷണങ്ങൾ മുഴുവനും കഴിഞ്ഞ് നന്ദി പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മുഖദ്ദസ് നഗരി വിടണം. ഈ നഗരി വിടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, പടച്ചവനെ, ഇനിയുള്ള എൻ്റെ ആയുസ്സുകാലം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ചിലവഴിക്കും. എനിക്ക് റബ്ബ് ആരോഗ്യം തന്നിട്ടുണ്ട്, എനിക്ക് അല്ലാഹു സമ്പത്ത് തന്നിട്ടുണ്ട്, എനിക്ക് അല്ലാഹു എല്ലാവിധ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ സൗകര്യങ്ങളും ഈ സാഹചര്യങ്ങളും റഹ്മാനായ റബ്ബേ നിന്റെ വിശുദ്ധമായ ദീനിന് വേണ്ടി ഞാൻ ചിലവഴിക്കുമെന്ന നീയത്തോടുകൂടെ ഈ നഗരി വിടാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇത് 35 വർഷത്തിന് ശേഷമുള്ള പുതിയൊരു ജൈത്രയാത്രയ്ക്കുള്ള ഒരു മഹാ തുടക്കമായി മാറട്ടെ. ഈ മഹത്തായ സംഘശക്തിയെ തളർത്തുവാനും തകർക്കുവാനും ആര് ശ്രമിച്ചാലും ഞങ്ങൾക്കായുസ്സുള്ള കാലത്തോളം അനുവദിക്കുകയില്ല എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുവാനും സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ നയങ്ങൾക്കും ആദർശങ്ങൾക്കും കരുത്തു പകരാനും ഊർജം നൽകുന്ന സമ്മേളനമാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി വസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. This great crowd. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.